ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ചിരിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഉഷാറായിട്ട് അങ്ങോട്ട് തുടങ്ങാം. സോ വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഏത് ഐറ്റം വരെ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ കാര്യക്കാരാണ്. നസീറിക്ക, പ്രചോദേട്ട, അസീസിക്ക, സ്വാഗതം. അസീസിക്കയുടെ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കൂളായിട്ടുണ്ട്. 10 വയസ്സ് കുറഞ്ഞു അല്ലേ നസീറിക്ക? എന്ത് പറയുന്നു? അതെ അതെ, 10 വയസ്സ് കുറഞ്ഞു. അവനത് ഇഷ്ടമാണ് കേൾക്കുന്നത് ആണല്ലേ? നോക്കുന്ന ഒരു സ്റ്റൈൽ. നസീർക്കാക്ക് 25 വയസ്സ് കുറഞ്ഞു പോലെ. എനിക്കും അത് ഇഷ്ടമാണ് കേൾക്കുന്നത്. എനിക്കും ഇന്നൊരു 5 വയസ്സ് കുറഞ്ഞു. ശരി, മീനാക്ഷിക്ക് ഒരു 5 വയസ്സ് കുറഞ്ഞു. നിങ്ങൾക്ക് 25 വയസ്സ് കുറയുമെങ്കിൽ എനിക്ക് 5 വയസ്സ് കുറയാലോ അല്ലേ? ഇവന് എന്തെങ്കിലും കുറച്ച് കൊടുക്ക്. എല്ലാവർക്കും കുറച്ചിട്ട് ഭൂമിയിലെ വയസ്സും കുറയ്ക്കാം. പക്ഷെ നമ്മുടെ കൗണ്ടറുകൾ കുറയരുത്. കൗണ്ടറിന് ഒരു കുറവും വരില്ല. ഇന്നിവിടെ ചിരിക്കാനായിട്ട് നമ്മുടെ ഒത്തിരി ചേച്ചിമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവര് എവിടെന്നാ വന്നിട്ടില്ലെന്ന് അറിയാം? നാട്ടുകാരാണ്. ഞാൻ നിങ്ങളുടെ മരുമകളാണ്, നിങ്ങളുടെ നാടിന്റെ. പാലക്കാട് പുതുനഗരം എന്ന സ്ഥലത്തെ ഹരിതകർമ്മ സേന അംഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഓഡിയൻസ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ചേച്ചിമാരെ സ്വാഗതം. ഒരുപാട് കാര്യങ്ങളൊന്നും ഓർത്ത് നിങ്ങൾ മണ്ട കായണ്ട. നമ്മൾ ആദ്യത്തെ പെർഫോമൻസ് അങ്ങോട്ട് പോവാണ്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഒരു പുതിയ ഐറ്റമായിട്ട് ഒരു പുതിയ ടീമാണ് വരുന്നത്. ഏത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ ഒരു പുതിയ ടീം. ആ ടീം ഒരു കിഡിലൻ ടീമായിരിക്കും, കിഡിലൻ കോംബോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കിഡിലൻ സ്കിറ്റ് ആയിരിക്കും. അപ്പൊ ആരെന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ശ്യാം തൃക്കുന്നപ്പുഴ, ശ്യാം ചേട്ടൻ, കൊച്ചു പ്രദീപേട്ടൻ, പിന്നെ കൂടെ നമ്മുടെ അമലും. ഒരു വലിയ കൈഡി കൊടുക്കാം. അവരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇതൈറ്റം വേറെ. നീ എന്തിനാ സ്കൂളിൽ പോണ? എടാ നീ സ്കൂളിലൊന്നും പറഞ്ഞ് ഇറങ്ങുന്ന എന്തോ കാര്യം ഉണ്ടാക്കാനാടാ? എടാ നീ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എവിടെ പോയി നിൽക്കൂടാ? നീ എന്തുവാ നീ ഉദ്ദേശിക്കുന്ന എന്തുവാ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചിനെ ഞാൻ എന്തിനാ വഴക്ക് പറയുന്നതെന്ന്. ഇല്ലയോ? നിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്തടാ. ഒറിജിനൽ പേര് പറയടാ. ഗോവിന്ദൻ പുത്തൻപുര. 70 വയസ്സുള്ളൊരു മുതുക്കനായ 70 വയസ്സുണ്ട്. 68 വയസ്സുള്ള മുതുക്കൻ. 2 വയസ്സ് ഞാനും കുറച്ച് പറഞ്ഞപ്പോ പുള്ളിക്ക് അങ്ങ് ഈഗോ അടിച്ചു. ഇത് പണിയാണല്ലോ നീ നടത്തി വെച്ചേക്കുന്നത്? അങ്ങനെ പറയുന്നു വേണ്ട. ഞാൻ ശരിക്കും സ്കൂളിൽ തന്നെ പഠിക്കണത്. നിന്റെ ഐഡി കാർഡ് കാണിറാ. നിന്റെ ഐഡി കാർഡ് കാണിറാ. കാണിറാ നിന്റെ തളിർവറ്റിലെയോ? പിന്നെ കുറച്ച് മറ്റേ ചുണ്ണാമ്പും എല്ലാം കൂടെ എടുത്ത് വെക്കാം. നിന്റെ ബാഗ് എടുത്തടാ. നിന്റെ ബാഗ് നോക്കടാ. നിങ്ങൾ എന്തോ വിചാരിച്ചു ഞാൻ റഷ്യൻ കാറ്റിനെ വിളിക്കാൻ കൊണ്ട് നടക്കും? തുറക്കും. ഞാൻ ഇതിനകത്ത് അറിയണം. പൈനോക്കുലറോ? എന്തിനാ പൈനോക്കുലറോ? ഇത് ഞാൻ മറ്റേ പാടത്തേക്കടെ തോടിന്റെ സൈഡിൽ കൂടെ പോകുമ്പോ ചെറിയ ചെറിയ ഈ പരൽമീനില്ലേ, അത് വലുതാക്കി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വലുതാക്കി കാണിച്ചു തരാം. ഇവൻ ചെയ്യുന്ന പണി എന്തോന്നറിയാമോ? ഇവൻ ഈ യൂണിഫോം ഇട്ട് വാട്ടർ ബോട്ടിൽ ഈ ബായുമായിട്ട് രാവിലെ ഇറങ്ങും സ്കൂളിൽ പോവാന്ന് പറഞ്ഞ് ഈ 70 വയസ്സുള്ള ഈ മുതുക്കൻ. എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നിട്ട് കോളേജിൽ പോകുന്ന പെമ്പിള്ളാർക്ക് ചെന്നിട്ട് തലകറങ്ങി അങ്ങ് വീഴും. എന്നിട്ട് ഇവൻ അവരോട് പറയും അപ്പൊ അവര് പൊക്കി മടി വെച്ച് ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കും. അങ്ങനെ ആശുപത്രി കൊണ്ടുപോകും. പിന്നെ തിരക്കുള്ള ബസ്സിനകത്ത് കയറും. എന്നിട്ട് പെണ്ണുങ്ങളുടെ സീറ്റിന്റെ അടുത്ത് എന്ന് പറയും ആൻറ്റി ആൻറ്റി എന്ന് പറയും. അപ്പൊ അവര് പൊക്കി മടിയിരുത്തും. അതൊക്കെ അവന്റെ പണി. ഇവൻ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കൊച്ചി ഇറക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവനെ ഞാൻ നോക്കിയപ്പം ഈ അക്ഷയ സെന്ററിൽ അവൻ വാർദ്ധക്യ പെൻഷന് അപേക്ഷ കൊടുക്കാൻ നിൽക്കും. അന്നേ എനിക്ക് ഇവനെ സംശയം ഉണ്ടെന്ന്. പിന്നെ ഞാൻ ഉറപ്പിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ഈ സ്കൂൾ അടച്ചിരിക്കുന്ന ഏപ്രിൽ മെയ് മാസത്തിൽ ഇവൻ എന്തിനീ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകണം? അവിടെയാണ് ഞാൻ പിടിച്ചവനെ. മനസ്സിലായ? ഇതെല്ലാം ഞാൻ ക്ഷമിക്കും. ഈ കഴിഞ്ഞ ദിവസം എന്റെ പെണ്ണുമുള്ള രാവിലെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക. അപ്പൊ ഇവൻ അവിടെ ചെന്ന് പറയുന്നു ആൻറ്റി എന്നെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ. ബാക്കി എല്ലാം ഞാൻ ക്ഷമിക്കുക. അത് ഞാൻ ക്ഷമിക്കല്ല. കേട്ടടാ നീ? എടാ നീ 6 ഒക്കത്താ നീ കയറി ഇരുന്നെന്നറിയാവടാ? വർഷങ്ങളായിട്ട് ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ച എന്റെ ഭാര്യയുടെ ഒക്കത്ത്. ഞാൻ എന്നെങ്ങനെ ആയിപ്പോയതറിയാമോ? എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. നിനക്ക് അതുകൊണ്ടായിരിക്കും നീ നാട്ടിലിറങ്ങി നടക്കുന്നത്. എന്റെ ചേച്ചിമാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കല്യാണത്തിന്റെ അന്ന് ഒരു ഉമ്മ ചോദിച്ചിട്ട് എന്റെ പെണ്ണുപിള്ള പിടങ്ങി പോയതാ. ഇതുവരെ എന്നോട് വിട്ടിട്ടില്ല. മൈ മിസ്റ്റേക്ക്. അതെന്റെ തെറ്റാ. അല്ല ഈ സമൂഹമാണ് പലരെയും ഇങ്ങനെ ഞരമ്പ് രോഗികളാക്കുന്നത്. സ്വന്തം ഭാര്യ ഒരു ഉമ്മ ചോദിച്ചിട്ട് കൊടുത്തില്ലെന്ന് പറയാൻ മോശം. നിന്റെ ഭാര്യയുടെ കയ്യിലാണ് തെറ്റ്. അല്ലല്ല, അവക്കടെ കയ്യിൽ ഒരു തെറ്റില്ല. അതെ നിന്റെ ഭാര്യയുടെ കയ്യിലാണ് തെറ്റ്. അയ്യോ, അവക്കടെ കയ്യിൽ ഒരു തെറ്റില്ല. എന്താ? കല്യാണത്തിന് വന്ന അവക്കടെ കൂട്ടുകാരുടെ അടുത്ത് ഉമ്മ തരാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവള് വെറുതെ ഇരിക്കും. ഇടാ ഇത് ചില്ലറ ഞരമ്പൊന്നുമല്ല, ഞരമ്പ് കൂട്ട ഞരമ്പാവിന്റെ. ഞാൻ ഞരമ്പലാന്ന് നീ ഒറ്റ മാത്രമേ ഉള്ളൂ. നിനക്ക് ഞരമ്പുണ്ട്. ഇന്നലെ ആശുപത്രിയിൽ പോയി ബ്ലഡ് എടുക്കാൻ നേരത്ത് സുന്ദരിയായിട്ടൊരു പെങ്കൊച്ച് ഓരോ ഞരമ്പ് കണ്ടുപിടിക്കാൻ എന്തോ ഒരു കൈ ഇങ്ങനെ കാണിച്ചേ. നോക്ക് കണ്ടോ? കെട്ടിക്കൊണ്ടിരിക്കുന്ന പുതിയ പെരക്കകത്ത് വയറിങ് വലിച്ചിട്ടേക്കുന്ന പോലല്ലേ അവന്റെ ഞരമ്പം തോന്നി. അവൻ ഞരമ്പില്ലെന്ന് പറയുന്നു.
എടാ നീ ആ റൊക്കത്താ കയറിയെന്ന് അറിയാവോ? അറിയാം. ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ച എന്റെ പെങ്കൊച്ചിനെ പണ്ട് ആണോ? അല്ലേ ഞങ്ങൾ തമ്മിൽ എങ്ങനെ പ്രേമിച്ചെന്ന് നിനക്കറിയാം? ഇല്ല, പറഞ്ഞേ. പണ്ട് ഞങ്ങള് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ. ഈ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂൾ അങ്ങ് തുറന്നു. ജൂൺ 1-ാം തീയതി ഞങ്ങൾ സ്കൂളിലോട്ട് ചെന്ന് കയറി. വൈകുന്നേരം സ്കൂൾ വിട്ടപ്പം ഇടിയെന്ന് പറഞ്ഞാ പൊരിഞ്ഞ ഇടി. ആരായിട്ട്? ആരുമായിട്ടല്ലെന്ന്, ജൂൺ മാസമല്ലേ, വൈകുന്നേരം ആയപ്പോ മഴയും ഇടിയോടിരി. അങ്ങനെ എന്നിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോ കാണാം തൊട്ടപ്പുറത്ത് ഒരുമാതിരി പന്നല്. പന്നലോ? ഈ പന്ന മിന്നലേത് മനുഷ്യനെ പേടിപ്പിക്കാൻ. പിന്നെ നോക്കിയപ്പോ കാണാം സ്കൂളിന്റെ വരാൻ തയ്ക്കുന്നു. മിന്നലാ? മിന്നലല്ലെന്ന്, ഇല്ലേ? എന്റെ കൂടെ പഠിക്കുന്ന ഗീത, ആ. അവൾ അവിടെ നിൽക്കുന്നു. വാ. ആ കുട്ടി അങ്ങനെ മഴയും നനഞ്ഞ് വീട്ടിൽ പോകും. അപ്പൊ എനിക്ക് സെന്റിമെന്റ്സ് അടിച്ചു. കുടയില്ല. അപ്പൊ ഞാൻ ആ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഒരു വാഴയില വെട്ടിട്ട് ആ കൊച്ചിനെ കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നേരെ അവളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി. ഇതേ കണക്കൊരു സംഭവം ഞാൻ പഠിച്ചപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്ത്? ഇതേപോലെ മഴ നനഞ്ഞുന്ന ഒരു കൊച്ചിനെ വാഴയില വെട്ടി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കി. പക്ഷെ കൊച്ചു നനഞ്ഞു പോയി. അതെങ്ങനെ നനഞ്ഞു? എനിക്ക് എന്റെ സൈസിന് ഒളിപ്പിച്ച ഹൈറ്റിലല്ലേ ഇത് ഇല പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ വേറെ കേസ് ആകെളിയാ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ? അവരുടെ വീട്ടുകാരും കണ്ടില്ല. ഓ, കണ്ടിരുന്നെങ്കിൽ കണ്ടിരുന്നെങ്കിൽ ആ കൊണ്ടുപോയ ആ വാഴയില എന്നെ വാട്ടി എന്നെ അതിനകത്ത് വെച്ച് ഗ്രില്ലഡ് ചിക്കൻ പൊള്ളിക്കണ മാതിരി എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടാൻ. പക്ഷെ ഞാൻ എന്റെ ഗീതയെ വീട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ട് ഞാനിത് എന്താ സംഭവം അറിയാൻ ജസ്റ്റ് ഞാൻ പുറകോട്ടം തിരിഞ്ഞു നോക്കി. അപ്പൊ അവൾ എന്നെ വീടിനകത്തിരുന്ന് എന്നെ തിരിഞ്ഞ ഒരു നോട്ടം. അപ്പൊ എനിക്ക് മനസ്സിലായി അവക്ക് എന്നോട് പ്രണയമുണ്ട്. ആ പെൺകുത്തിന്റെ ഒക്കത്താ നീ കയറിയിരുന്നെ. നിന്നെ ഞാൻ വിടുവാടാ നിന്നെ ഞാൻ. നിന്റെ വീട്ടിൽ നാളെ പറട്ടെ. വീട്ടിൽ പറയരുത്. നിന്റെ വീട്ടിൽ നാളെ വീട്ടിൽ പറയരുത് പ്ലീസ്. കാലിയാൻ പിടിക്കാൻ കാലൊന്നും പിടിക്കണം. നിന്റെ വീട്ടിലും പറട്ടെ. വീട്ടിൽ നാളെ വന്നിട്ട് ഞാൻ പറത്തോളൂ. ഇവൻ ഈ സൈഡ് പണി പലതും കാണിക്കുന്നുണ്ട്. നമസ്കാരം 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 നമസ്കാരം. ഞാൻ വേറെ പ്രശ്നത്തിക്കാൻ മോനെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടാവോ? നീ കെട്ടത്തില്ല. കെട്ടിയാ നീ അഴിഞ്ഞു പോകും. നീ അവിടുന്നില്ല. സാർ വീട്ടിലായിരിക്കും സാർ? വീട്ടിലെ ഞാനുണ്ടോ, ഭാര്യയുണ്ടോ, ഭാര്യയുടെ അനിയത്തിയുണ്ടോ, പിന്നെ 2 പിള്ളേരുണ്ട്. അനിയത്തിക്ക് എത്ര വയസ്സുണ്ട്? അനിയത്തി അതുകൂടെ ഞാൻ പറഞ്ഞു തരാടാ. ഞാൻ അനിയത്തി ആ വീട്ടിൽ കൊണ്ട് വിട്ടു. 2 പെൺപിള്ളേരും ഞാനും അവളും. സാർ വീടിന്റെ പ്രധാന വരുമാനം? വീടിന്റെ പ്രധാന വരുമാനം ഞാനാണ്. ഞാൻ ഇച്ചിരി തിരക്കി നിൽക്കാൻ പോലെ. ഈ വീട്ടുകാരെ വിട്ട് പിരിഞ്ഞു നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്? എനിക്ക് എന്റെ പിള്ളേരും ഭാര്യയും വിട്ട് ഒരു നിമിഷം അങ്ങോട്ടേക്കിട്ട് എനിക്ക് മാറാൻ പറ്റില്ല. അങ്ങനത്തെ സാറേ ഈ പെട്ടെന്ന് എന്തെങ്കിലും ദേഷ്യത്തിൽ ചെയ്യുന്ന ആളാണോ? ഇല്ല, ഞാനത് ആലോചിച്ച് ചെയ്തോളൂ. ഞാൻ ബീപ്പിയുടെ 2 കൂടി രാവിലെ കഴിക്കുന്ന ആകിന്റെ അടി. അതുകൊണ്ട് ഞാൻ എടുത്തിയാട്ടോ ഇല്ല. അപ്പൊ എന്നെ കൊല്ലത്തില്ലെന്ന് ഉറപ്പായി. ഇയാളുടെ മോൻ ഞാനാ. ഒന്നും ചെയ്യില്ല. വീട്ടിൽ കെട്ടിയിരുന്നു. അല്ലെ നാട്ടുകാർ ഇതുപോലെ കൊണ്ട് കെട്ടിയിരുന്നു. എടാ ഞാൻ ഇങ്ങനെയാ വാങ്ങാറുണ്ടല്ലോ. ഇവൻ ഒറ്റ എടുത്ത ഇവൻ പന്നച്ചെടുക്കണമോ? പന്നച്ചെടുക്കൻ സ്വന്തം തന്തയല്ലേ ഞാൻ. ഒരിക്കൽ ഞാൻ ശ്വാസം മുട്ടിക്കിടന്ന് നിലവിളിച്ചിട്ട് ഒരു തുള്ളി വെള്ളം ഈ നിക്കണവൻ എനിക്ക് തന്നില്ലറിയാമോ? അത് മോശമല്ലേ. അവൻ എത്രക്കാരനായിക്കോട്ടെ, ചാത്തമുട്ടി പഠിക്കുമ്പോ ഒരു തുള്ളി വെള്ളം കൊടുക്കണ്ടടാ. ചേട്ടാ ഇയാൾ എവിടെ ഇരുന്ന ശ്വാസം മുട്ടിയെന്ന് ചേട്ടൻ ചോദിക്കട്ടാ. നിനക്ക് ചോദിക്കാൻ പോലെ ഫ്രീ ആയിട്ട് നമ്മളെ മേടിക്കാൻ വന്നിരിക്കണേ. എന്നെ കൊണ്ട് ചോദിച്ചിട്ട് ചേട്ടാ ഇയാൾ എവിടെ ഇരുന്ന ശ്വാസം മുട്ടിയെന്ന് അറിയാമോ? ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ വീട്ടില് അമ്മിണി ചേച്ചിയുടെ അലമാരക്കകത്തിരുന്ന് ഞാനപ്പോ വെള്ളം കൊണ്ട് പോണോ ചേട്ടാ? ഓർക്കാതെ കയറി. ഓ അതെ, ഓർക്കാതെ ചെന്ന് കയറിയതായിരിക്കും. അതെ, അതല്ലെന്ന് അവര് പൂട്ടിക്കൊണ്ടു പോകുന്നു. ഞാൻ ഓർത്തില്ലടവേ. അമ്മണിയുടെ അലമാരിക്കകത്ത് കയറിക്കാൻ നീ ആരാ? പാറ്റയോടാ. ഇവന് ഇതേ പണിയാണ് കാണിക്കണം. പിന്നല്ലേ ഇവനെ ഞാൻ തീർക്കോ? ചേട്ടാ അങ്ങനെ തീർക്കല്ലേ ചേട്ടാ. ചേട്ടൻ ഒരു എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം ചേട്ടാ. ലേഡീസ് ഹോസ്റ്റലിലെ മതിലെ കുപ്പിച്ചില്ലിന്റെ ഇടയിൽ നിന്ന് സ്വന്തം തന്തേനെ പെറുക്കിയെടുക്കുന്ന ഒരു മോന്റെ അവസ്ഥ ചേട്ടൻ പറയാൻ മനസ്സിലാവോ ചേട്ടാ? അല്ല ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ഇതുപോലെ പുഴിയ തണ്ടയില്ല. അതാണ് ചേട്ടാ. ഇയാളുണ്ടല്ലോ ഒരു തവണ കുളിസയും കാണാൻ വേണ്ടി കുളിക്കടപ്പിച്ചെന്ന് ഒരു കല്ലിന്റെ മേളിൽ ഇങ്ങനെ ഇരുന്ന് നാട്ടുകാരെല്ലാരും കൂടി ഇയാളെ ഓടിച്ചിട്ട് പിടിച്ച്. എന്നാൽ ഇയാൾ എന്നാ പറഞ്ഞെന്നറിയാമോ? ഞാൻ കല്ലുമ്മക്കായാണ് എന്നെ ഒന്ന് ചെയ്യലേന്ന്. ആ നാട്ടുകാരുടെ ഇടയിൽ നിന്ന് തല്ലി കൊള്ളാതെ രക്ഷിച്ചോണ്ട് പിന്നെ ഒരു മോന്റെ അവസ്ഥ ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവും ചേട്ടാ. എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഇതുപോലെ പുഴിയ തണ്ടായിരിക്കും. ചേട്ടാ ചേട്ടൻ അറിയാൻ വേട്ടാ ഇതുവരെ എന്നെയോ എന്റെ അമ്മേനോ ഈ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചേട്ടൻ ചോദിച്ചേട്ടാ. തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ താൻ ഇതുവരെ? പിന്നെ ഞാൻ നോക്കിയിട്ടില്ലോ. ഞാൻ എങ്ങനെയാ പഠിച്ചെന്ന് ചേട്ടൻ അറിയാമോ? അല്ല സാധാരണ ബുക്ക് നോക്കിയായിരിക്കും. അല്ലെ പിന്നെ തലകുത്തി നിന്ന് പഠിക്കാൻ ഒക്കത്തില്ലല്ലോ. അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഞാൻ വേറെ ആയിട്ടാണോ പറഞ്ഞത്? ചേട്ടാ ഇയാള് കാരണം ഞാൻ 3 സ്കൂളായിട്ടാ മാറിയത് അറിയാമോ? യോ പൈസ അഹങ്കാരം അല്ലാന്നെന്തോ പറയാനാ? അതാണോ തന്നയുടെ കയ്യിരിപ്പ് കാരണം എന്നെ പഠിപ്പിക്കാനെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടെന്ന്. ചേട്ടാ ഒരു തവണ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ എനിക്ക് പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട് തരാൻ പറഞ്ഞു. നമ്മൾ പാരന്റ്സിന്റെ അടുത്തല്ലേ ചേട്ടാ ഇത് കൊണ്ടുപോണത്. ഞാൻ ഇങ്ങേരെ എടുത്തുകൊണ്ട് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ എന്താ ചെയ്തെന്നറിയാമോ? ആ പ്രോഗ്രസ് കാർഡിന്റെ പുറകിൽ എന്റെ ടീച്ചർക്ക് ലവ് ലെറ്റർ എഴുതി വെച്ചേക്കാം. അത് ഇങ്ങേർക്ക് പറ്റിയ തെറ്റാണ്. മൈ മിസ്റ്റേക്ക്. അത് സമ്മതിക്കുന്നുണ്ടോ? തെറ്റ് പറ്റിയതാണെന്ന് സമ്മതിക്കുന്നു. ബാക്കിയും കൂടി കേൾക്കും. ഞാൻ അതൊരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കണമായിരുന്നു. അവിടെ നിന്ന് സ്കൂൾ മാറ്റി ഈ കാരണം കൊണ്ട് ഞാൻ അങ്ങനെ വേറെ സ്കൂളിൽ പഠിക്കുമ്പോൾ സേവനമാരായിരുന്നു. ഇയാൾ 2 ചൂട് കപ്പയും പിടിച്ചോണ്ട് എന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് പറയാം, ആ മക്കളെ കപ്പ പുഴുങ്ങി തരാന്ന്. ഓഹോ, അത് എനിക്കിട്ട് പുഴുങ്ങാനാന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത്. അത് എന്റെ ടീച്ചർ കൊടുത്ത കപ്പ പുഴുങ്ങിയതിലുണ്ടല്ലോ ഇയാള് മുളക് ചാലിച്ചത് കൊണ്ട് ഐ ലവ് യു എഴുതി വെച്ചെന്നേ. ചേട്ടാ ചേട്ടാ മുളക് ചാലിച്ചത് 2 കണ്ണിലും തേച്ച് അന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇവന്റെയോ? അല്ല എന്റെ. ഞാനവിടെ ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ അവിടെ കയറി വരുന്നത്. ഇതുപോലെ തന്നെ സ്കൂളിൽ വേറൊരു ഇൻസിഡന്റ് ഉണ്ട്. സ്കൂളിൽ ഞാൻ PTA മീറ്റിംഗിന് വിളിച്ചോണ്ട് പോയി. ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോയ തക്കത്തിന് എന്റെ കുഞ്ഞനീയനാന്ന് പറഞ്ഞ് ടീച്ചറിന്റെ മടി കയറിയിരുന്ന്. അങ്ങനെ ഞെളിയല്ലേ? അങ്ങനെ നീ ഞെളിയരുത്.
എന്റെ പെണ്ണും പിള്ളയുടെ മടിയിൽ നീ കയറി ഇരുന്നിട്ട് ഒരക്ഷരം ഞാൻ മിണ്ടിയോ? ഒരക്ഷരം മിണ്ടിയോ? കൊല്ല് അവനെ, കൊല്ല്, കൊല്ല്, കൊല്ല്. അങ്ങേരുടെ പെണ്ണുമ്പിള്ള എന്ന് പറഞ്ഞ എന്റെ അമ്മയല്ലേ ഏട്ടാ. എന്റെ അമ്മയുടെ മടി കയറി തെറ്റാൻ നീ ഓരോരുത്തരായി കുരുക്കുന്നതന്നെ. നീ അങ്ങനെ പറയരുത്. അത് വേറെ ഒന്നുമല്ല പൊന്നു സുഹൃത്തുക്കളെ, ആ ടീച്ചർക്ക് എന്നെ കണ്ടപ്പോ ഒരു പുത്രവാത്സല്യം തോന്നി, സ്വാഭാവികം. അപ്പൊ എനിക്കും തോന്നി ഒരു മാതൃവാത്സല്യം, അത്രേ ഉള്ളൂ. തന്റെ തന്നെക്കാൾ 20 വയസ്സുള്ള പെണ്ണിനോട് എങ്ങനെയാണോ തനിക്ക് മാതൃഭാഷയിലും തോന്നുന്നത്? ഒരു കാര്യം നീ മനസ്സിലാക്കണം, എന്ത്? വാത്സല്യത്തിനങ്ങനെ പ്രത്യേക പ്രായപരിധിയില്ല. പക്ഷെ നിന്റെ ഈ പ്രായം ഉണ്ടല്ലോ അതിനൊരു പരിധി ഉണ്ട്, നീ മനസ്സിലാക്കി. ചേട്ടാ വേറൊരു കാര്യം അറിയാമോ? ചേട്ടാ മുത്തച്ചിപ്പിയുടെ ഓണർ ബെൻസ് മേടിച്ചത് ആരുടെ കാശിനാന്നറിയാമോ? ഇയാളുടെ കാശിനാ ചേട്ടാ, ഇയാളുടെ കാശിന്. ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല. എല്ലാം ഞാൻ വീട്ടിൽ ഷെൽഫിൽ അടുക്കി അടുക്കി വച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വന്നാൽ നമുക്കൊന്ന് റെഫർ ചെയ്യാം. ഒരു ലൈബ്രറി ഉള്ള ആളെ എന്റെ ഫ്രണ്ട് വാസ്തവം. ഇത്ര ഒപ്പിച്ചു വെച്ചാൽ അവൻ നിന്ന് വാചകം മര്യാദയ്ക്ക് അവനെ വിളിച്ചോണ്ട് നീ പൊക്കോട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തി. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. പറ. ഇത്രയും കാലം ഞാൻ എങ്ങനെ ജീവിച്ചത് നിങ്ങളെ ചോദിച്ചോ? ഇതുപോലെ ഞാൻ എങ്ങനെ കഴിഞ്ഞത് നിങ്ങളെ ചിന്തിച്ചോ? എടാ ഈ സമയത്ത് ഇതൊന്നും അറിയാതെ ചേട്ടൻ മേമ്മയുടെ വീട്ടിൽ ഇരുന്ന് പഠിക്കുകയല്ലായിരുന്നു? അതെ, എങ്ങനെ മനസ്സിലായി? പിന്നെ അല്ലാതെ മീശവാദം സിനിമയുടെ കഥ പറഞ്ഞാൽ പിന്നെ മനസ്സിലാവും. ചേട്ടാ എല്ലാ വീട്ടിൽ ഞാൻ ഈ മീശവാദന്റെ കഥ പറയും, പിന്നെ വേറൊരു കേസും പറയും. ഇതൊക്കെ പ്രണയം എന്ന് പറഞ്ഞൊരു തത്വം ഉണ്ട് ഇതിന്റെ പുറകിൽ. മക്കളെ, എനിക്കിത് ഞരമ്പല്ല. കാരണം എനിക്ക് എല്ലാവരോടും പ്രണയമാണ്. ഈ പ്രപഞ്ചത്തിനോട് പ്രണയം, മാനിനോട്, മയിലിനോട്, മനുഷ്യ സ്ത്രീകളോട്, പിന്നെ ആടുകളോട്, ഈ പ്രപഞ്ചം മൊത്തം സർവം പ്രണയമയം. ഇങ്ങനെ സാഹിത്യം പറഞ്ഞ് നടക്കുന്നവനുമാണ് സ്വിമ്മിംഗ് പൂളിൽ കയറി ആരും അറിയാൻ മൂത്രമൊഴിച്ച് കളയാൻ. സാഹിത്യം പറയണം. വെറുതെ വിടിയേട്ടാ ചേട്ടാ. ഇല്ല വെറുതെ വിടുന്ന പ്രശ്നമില്ല. ചേട്ടാ അങ്ങനെ ചേട്ടന്റെ മോൻ ഈ സ്ഥാനത്ത് നിൽക്കുവാണെങ്കിൽ, അന്ന് ചേട്ടൻ ആ സ്ഥാനത്ത് നിൽക്കുവാണെങ്കിൽ, ചേട്ടന്റെ മോനെ പിടിച്ചിറച്ചേക്കണ ചേട്ടനോട് ചേട്ടന്റെ മോനെ സ്ഥാനത്ത് നിൽക്കണ ഈ ചേട്ടൻ എന്ത് പറയുന്നു ചേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേട്ടാ. ഒരു മിനിറ്റ്, നിങ്ങളിത് പറഞ്ഞ് ക്ലിയർ ആക്കുന്ന സമയത്ത് ഈ ചേട്ടല്ലേ ചേച്ചി വരെ അടുത്തൊന്ന് പോയിച്ചു. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കുള്ള പാലക്കാട് കൂട്ടത്തോടെ ഇറങ്ങും ഭർത്താക്കന്മാര്. നീ ഒന്നുകൂടെ പറയണ, നീ ഒന്നുകൂടെ. ചേട്ടന് ഒരു മോനുണ്ടെങ്കിൽ ആ മോൻ ചേട്ടന്റെ സ്ഥാനത്തെ പോലെ വേറൊരാളെ ചേട്ടന്റെ സ്ഥാനത്ത് നിൽക്കുവാണെങ്കിൽ, അന്ന് ചേട്ടൻ ഈ സ്ഥാനത്ത് ചേട്ടൻ നിൽക്കുവാണെങ്കിൽ, ചേട്ടൻ നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്ന ചേട്ടന്റെ മോനോട് അന്നത്തെ ചേട്ടൻ എന്ത് പറയും ചേട്ടാ? ഞാൻ അവനോട് എന്ത് വേണേലും പറഞ്ഞോളാം. ആദ്യം നിന്റെ ഈ നാക്കുടക്കം നിർത്താത്തന്നെ നിന്നോട് രണ്ട് ഇത്തവണത്തേക്ക് അപ്പനോട് ഇത്തവണത്തോട് ക്ഷമിച്ചാൽ അടുത്ത തവണ ആര് ക്ഷമിക്കും ഇവനോട്? അതുകൊണ്ട് ഞാൻ ക്ഷമിക്കത്തില്ല. ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും. തന്തേ അയാളുടെ കൈയുണ്ടോ? ഒരാടി കിട്ടിയാൽ നിങ്ങളും തീരും, ഞാനും തീരും. നീ തീരുന്നുള്ള ഉറപ്പാണോ? 100%. അന്നാ ഞാൻ പുള്ളിക്ക് മാപ്പ് കൊടുക്കില്ല. അതിനാ ഞാൻ പോകുമ്പോ എന്റെ ഒപ്പം നീയും വേണം, നീയും വേണം. എന്തിനാണോ വെള്ളിടി പോലെ എന്റെ തലയിൽ വന്ന് താനിങ്ങനെ വെട്ടണത്? ക്ഷമ പറയണോ? ക്ഷമ എന്ന വാക്ക് എന്റെ നിഘണ്ടുവിലില്ല, ഞാൻ പറയില്ല. ഞാൻ ക്ഷമ പറയാൻ മതി. ഞാൻ അവൻ പറയാം. നീ ക്ഷമ ഞാൻ പറയില്ല. പറയടാ. ക്ഷമ ഞാൻ പറയില്ല. നീ പറയടാ. എനിക്ക് വേറെ സ്കിറ്റുള്ളതാണെന്ന് പറയടാ. എനിക്ക് മാത്രല്ല, എനിക്കുണ്ട് വേറെ സ്കിറ്റ്. ആ മൂന്നെണ്ണം കയറി പിടിക്കുമ്പോ ക്ഷമ പറയില്ല, നീ ആ ക്ഷമ ഞാൻ പറയില്ല, 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 പറയില്ലേ? പറയില്ല. ഇപ്പൊ ഞാൻ പോലീസ് വിളിക്കും. പോലീസേ എന്നോട് ക്ഷമിക്കാ. ഇങ്ങനെയാ മാപ്പ് പറയുന്നത്. ഇപ്പൊ പോലീസേ പോലീസിനെ വിളിക്കണ്ട. പറയും അപ്പം പറയും. എന്നോടൊന്ന് ക്ഷമിക്കാമോ? അങ്ങനെ ക്ഷമിക്കുന്നില്ല. ഇങ്ങനെയാണോ ക്ഷമ പറയുന്നത്? നല്ല ഫീൽ ചെയ്യുന്ന രീതി പോലീസെ വിളിക്കണോ? എന്നോട് ക്ഷമിക്കേ. I love you. നിന്നെ ഞാൻ ക്ഷമിപ്പിക്കാടാ. അതെ, മോഹൻലാലിനെ പ്രേമിച്ചിരുന്നെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? ഇത്രയും നേരം ഇവനെ ഇവിടെ നിന്നിട്ടും ഇവനെ ഒന്ന് തല്ലാൻ പറ്റാത്തോണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോളൂ. ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് സന്തോഷം തന്ന കല്യാണിക്കുട്ടി. എന്നാ കാര്യത്തിന്? എന്റെ മോനെ അല്ല, നമ്മുടെ മോനെ കല്യാണിക്കുട്ടി നന്നായി വളർത്തണം. ഓടൊഴുകി ഞാനും കൂടി വരട്ടെ. എന്നാ പഞ്ചായത്തിന്റെ അവിടെ ഉള്ള ബസ് സ്റ്റോപ്പിൽ വിട്ടാ മതി പ്ലീസ്. അച്ഛനൊന്നും ചെയ്യില്ല.
ചിരിച്ച് നമ്മളെല്ലാവരും ഒരു വഴിയായി. നമ്മുടെ കാര്യക്കാർ ഏത് വഴിക്കായി എന്ന് നമുക്ക് ചോദിക്കാം. നസീർക്ക. കലക്കി. നിങ്ങള് പുതിയ കുടുംബം അല്ലേ? ഞാനും ഭാര്യ എന്റെ മോനും. സന്തുഷ്ട കുടുംബം. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു കണ്ടന്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും മെനകെട്ട ഒരു അച്ഛനെ സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫീൽ ചെയ്തത് സ്കൂളിൽ കൊണ്ട് ആക്കാനായിട്ടുള്ള, അതിപ്പം സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണല്ലോ, കുട്ടിയെ കൊണ്ടാക്കാൻ പോവുകയാണെന്നുള്ളൊരു ലാഘവത്തോടു കൂടിയാണ് ആ കൊണ്ടുവരുന്നതും ആദ്യത്തെ ആ വഴക്കും ഒക്കെ നമുക്കതാണ് ഫീൽ ചെയ്തത്. മാറ്ററിലേക്ക് കിടന്നപ്പോഴാണ് ഒരു മെനകെട്ടയാളെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് മനസ്സിലായത്. കണ്ടന്റ് നല്ലതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ശകലം സ്ഥലങ്ങളിൽ ഒത്തിരി ആവശ്യമില്ലാത്തൊരു സാധനം എടുത്തിട്ട പോലെ ഫീൽ ചെയ്തു. ഏതാണ്ട് ഒരു കഥ നിങ്ങൾ തമ്മിൽ പറഞ്ഞപ്പോൾ ബാക്കി എല്ലാ മാറ്ററും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അച്ഛൻ്റെ എന്താണ് പുറത്ത് കിടന്ന് കാണിക്കുന്ന വൃത്തികേടുകളും കാര്യങ്ങളുമാണ്. അതിനെ ക്ഷമ ചോദിക്കാൻ വരുന്ന മോൻ്റെ അവതരണം ആദ്യത്തെ ആ പോർഷൻ കണ്ടപ്പം ഏതോ ഓഫീസർ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ചത്. അയാൾ ജാമ്യം എടുക്കുക എന്നുള്ളത് രണ്ടാമതാണ് നമുക്ക് മനസ്സിലായത്. 3 പേരും നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളായതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് കിട്ടിയാലും നിങ്ങളത് ബോറടിപ്പിക്കാതെ അതിൻ്റെ വൈൻഡപ്പിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഇന്ന് നിങ്ങൾ കെടുത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, 3 പേരും അടിപൊളിയായിരുന്നു, നല്ല കണ്ടന്റ് ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ. ശ്യാമേ, പ്രദീപേ, അമലേ, 3 പേരും മത്സരിച്ച് അഭിനയിച്ചൊരു ഗംഭീര സ്കിറ്റാണ്. അടിപൊളിയായിരുന്നു. എടുത്തു പറയുന്നത് എനിക്കൊന്ന് പ്രദീപിലേക്ക് ഞാൻ ആദ്യം വരാം. പ്രദീപ് ഈ കുറേ സ്കിറ്റ് കളിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രദീപിന് ചെറിയൊരു മറവി ടെൻഷനല്ല, ഒരു ചെറിയ മറവി പ്രദീപിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബാധിച്ചിരുന്നില്ലേ പ്രദീപ്? കാരണം ഞാൻ പറയാം. ഇപ്പോഴത്തേനല്ലേ പറയാം, ഈ സ്കിറ്റിനല്ല. ഈ സ്കിറ്റിന് ആ മറവി ഒന്നുമില്ല. ഇതിലുണ്ടായിരുന്നു, അത് നമുക്ക് കേൾക്കായിരുന്നല്ലോ. എവിടെ? ഇതിലേതാണ്ട് മറന്നുപോയവൻ. അല്ല, ഞാൻ പറയുന്നത് ഇല്ലല്ലേ, ഇതിൽ മറന്നില്ല. മറക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പ്രദീപ് ഒരു ഡിലേ ഉണ്ട്. പ്രദീപ് നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല കുറേ സാധനങ്ങൾ. അത് ഞാൻ പറയുന്നത് അത് കളിച്ചേൽപ്പിക്കാന്ന് പറയും. ഇതിനകത്ത് നല്ല കൗണ്ടറും പിന്നെ അത് കറക്റ്റായിട്ട് ഒന്നും വിടാതെ കളിച്ചേൽപ്പിച്ചെന്നുള്ള. ശ്യാം വന്ന് നിന്നിട്ട് ഈ സ്കൂൾ കുട്ടിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പിന്നാണ് ഈ പ്രായം പറഞ്ഞൊരു സാധനം വന്നതിന് ശേഷം ഇയാളുടെ അസുഖങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നാണ് അറിയുന്നത് ശ്യാമിൻ്റെ വൈഫിൻ്റെ മടിയിൽ കയറി ഇരുന്നു എന്നൊക്കെ അറിയുന്നത്. അമലിൻ്റെ എൻട്രി ഭയങ്കര രസമായിരുന്നു. കാര്യം അമൽ ഭയങ്കര ഓഫീസറാകത്തക്ക രീതിയിൽ നിന്ന് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമാണ് മകനാന്ന് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് ഒരു കൗണ്ടർ മുത്തുച്ചിപ്പിയുടെ ഓണർ മേടിച്ച് ഉഗ്ര കൗണ്ടറായിരുന്നു. നല്ല കൗണ്ടറുകളായിരുന്നു. ഓർത്തിരിക്കുന്ന കുറേ നല്ല കൗണ്ടറുകൾ. നമുക്ക് എങ്ങനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലോജിക്കോ വേറെ ഒന്നും ഞാൻ നോക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. നിങ്ങൾ ആ നിൽക്കുന്ന നിപ്പിൽ 3 പേരും നമ്മളെ ചിരിപ്പിച്ചു. അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. അസിസിക്ക. ചെങ്കേളെ എടാ, ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയണത്, നിങ്ങൾക്ക് ഞാൻ ഫുൾ മാർക്ക് തരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സബ്ജക്റ്റിന് ഞാൻ ശശാങ്കൻ, നിങ്ങളുടെ ആക്ടിങ്, പിന്നെ നിങ്ങളുടെ ടൈമിങ്, എൻ്റെ പൊന്നെ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ സ്കിറ്റിനകത്ത് അവിടെ ഒന്ന് കളിക്കാൻ കൊതിയായി. സീരിയസ്ലി ശ്യാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ, ഒരു ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. കാരണം ഗ്യാപ്പ് നമുക്കറിയാം, സ്കിറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ കളിക്കുന്ന നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഒരു ഗ്യാപ്പ് വീഴാതെ സാധനം ടൈമിനടിക്കുന്ന സാധനം എന്നിട്ട് അവിടെ അതെ ആ സാധനങ്ങളുണ്ട്. അത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതാണ്, അത് നമുക്കറിയാവുന്നത്. അതൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ കഴിവാണ്. പിന്നെ മറ്റേ സീസേ വേഗം പറഞ്ഞു അടുത്ത സ്കിറ്റ് കളിക്കട്ടെ. ഞാൻ എന്നറിയാം, എനിക്ക് കൗണ്ടർ ഓർത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുറച്ച് എഴുതി വെച്ചു. അത് ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു സാധനമുണ്ട്. ഏതെന്നറിയാമോ, ഈ വയറിൽ പിടിച്ചിട്ട് പ്രദീപ് ശ്യാമിന്റെ വയറിൽ പിടിച്ച അല്ലെ, നീ വയർ ഉദ്ദേശിച്ചല്ലേ ആ സാധനം പറഞ്ഞ റെഫറൻസ്. പിന്നെ കല്ലുമേക്ക വന്ന് കിടക്കുന്നത്, പിന്നെ മീശമാധവന്റെ സംഭവം. എടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്കിറ്റ്. നിങ്ങൾ അമലെ പൊളിച്ചടിക്കാണെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഒരു സിനിമയിൽ 3 ക്യാരക്ടർ ലാലേട്ടൻ ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ. അമ്മാതിരി കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ്, ഒരു രക്ഷയില്ല കേട്ടോ. സീരിയസ്ലി ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഗംഭീര സ്കിറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. പ്രദീപ് മറന്നുപോയൊരു കാര്യം മുമ്പേ പറയാൻ വന്നു, പറഞ്ഞില്ല. അല്ല, അത് പറയണം. അത് പറഞ്ഞില്ല മുമ്പേ. അത് വേണമെന്നില്ല, അത് മറന്നേക്കായിരിക്കും. കുറച്ച് സ്കിറ്റുകളായിട്ട് കുറച്ച് മറവി കാര്യങ്ങൾ വേറൊന്നുമില്ല. മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ചേട്ടൻ അറിയാവുന്നതാണ്, വേറൊന്നുമല്ല. മറ്റേ വീടിന്റെ കാര്യം, അത് സ്ഥലം മേടിച്ചു, കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോഴേ ഈ പഞ്ചായത്തിലും വില്ലേജിലൊക്കെ കാര്യങ്ങൾ ഏതാണ്ട് ഒരു 8 മാസത്തിന്റെ അടുത്തായിട്ട് ഈ നീണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് 2 ഇലക്ഷൻ വന്നു. അതൊക്കെ ആയിട്ട് ഇങ്ങനെ പെൻഡിങ് ആയി പോയി. വീട്ടിലാണെങ്കിൽ ആകെ വിഷയങ്ങളാണ്. മഴയായില്ലോ, ഈ 2 പിള്ളേരെ കൊണ്ട് എവിടെ പോയി കിടക്കുന്നത് വിചാരിച്ചിട്ടേ. പ്രതിഭേട്ടാ
പ്രതിഭ അതൊക്കെ റെഡിയാവും, അല്ല എനിക്ക് നമുക്കറിയാമല്ലോ. ഉറപ്പായിട്ട് റെഡിയാവും, പെട്ടെന്ന് റെഡിയാവാനായിട്ട് നമ്മളെല്ലാം പെട്ടെന്ന് റെഡിയാവും, അതൊക്കെ റെഡിയാവും. നമ്മളെ കൊണ്ട് പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ടുള്ള സഹായങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും പ്രതിഭ? നമുക്കൊരു അല്ല അവരത് എന്തോ ഒരു ഈ നെറ്റ്വർക്കിന്റെ എന്തോ ഇതാണ്. ഇപ്പൊ എല്ലാം മറ്റേ ഓൺലൈൻ വഴിയാണല്ലോ. അപ്പൊ അതെന്തോ ബ്ലോക്കാണ്, അതാണ് സംഭവം വരാത്തെന്ന് പറഞ്ഞത്. ഇപ്പൊ അടുത്ത് തന്നെ ആവും എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ജൂണുകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയും വരും, അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 8 മാസമായില്ലേ എന്താ പറയുന്ന ഭരണാധികാരികൾ ഇത് കാണുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത്. കാര്യം ഇത് പറയാൻ വേദിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഒരു കലാകാരനാണ് ഇത്രയും നാളായി 8 മാസം 9 മാസത്തോളമായി അതിൻ്റെ പുറകെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുമുള്ള അധികാരികൾ അതറിഞ്ഞ് ഒരു മനസ്സുകൊണ്ടൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു വലിയ ഉപകാരമെന്ന് ഞങ്ങളുടെ അപേക്ഷയാണ്. ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, സീരിയസ് ആയിട്ട് അപേക്ഷിക്കുകയാണ്. റെഡിയാം പ്രതിഭ, പെട്ടെന്ന് റെഡിയാം കേട്ടാ. പക്ഷേ ഇത്രയും സങ്കടം ഉള്ളിൽ ഒതുക്കിയിട്ട് പോലും നിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ? ഓഡിയൻസ് പറ അല്ലേ, കൈയോടെ പൊളിച്ചില്ലേ പ്രതിഭ? ട്രൂ ആർട്ടിസ്റ്റ്. മീനാക്ഷി, നമുക്കിത് അറിയാൻ പറ്റും ഒരു ആർട്ടിസ്റ്റ് കളിക്കുമ്പോൾ. കാര്യം പെർഫോം ചെയ്ത് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ചില സമയത്ത് ഈ ഓർമ്മക്കുറവും പ്രശ്നങ്ങളും വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് ചോദിക്കും. ഞാൻ ഓർത്തിന് ഈ സ്കിറ്റ് നമ്മൾ റിഹേഴ്സൽ ചെയ്യാനുള്ള ടൈം കുറവായിരിക്കും എന്നുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ അതൊന്നും ബാധിക്കാതെ പെർഫോം ചെയ്തെന്നുള്ളതാണ്. നമ്മുടെ പ്രതിഭേട്ടനല്ലേ, നമ്മുടെ കൊച്ചു പ്രതിഭേട്ടനല്ലേ. പ്രതിഭേട്ടൻ എല്ലാം പെട്ടെന്ന് റെഡിയാവും കേട്ടോ. ആ ഒരു ഇനി നിങ്ങളെ പുകഴ്ത്തിയ കണ്ണുവിടും, അതുകൊണ്ട് അല്ലേ. ശരി കാര്യം പറയാം, നിങ്ങൾ 3 ഒരു ഉഗ്രൻ ടീമാണ്. നല്ല കോംബോ അല്ലേ, കിടിലൻ കോംബോ. അപ്പൊ ഈ കോംബോയ്ക്ക് ആദ്യമായി കിട്ടുന്ന മാർക്സ് എത്രയാണ് എന്ന് നമുക്കറിയാം. നമുക്ക് നസീറൊക്കെയോട് ആദ്യം ചെയ്യാം. ഞാനൊരു 17,000 രൂപ കൊടുക്കും. 17,000. ഓക്കെ, പ്രസാദ് ഏട്ടാ? ഞാനും കുറയ്ക്കുന്നില്ല, ഞാനൊരു 18,000 രൂപ കൊടുക്കും. 18,000. 35,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി അറിയാം ഈ കോംബോയുടെ ആദ്യത്തെ ഫൈനൽ മാർക്ക് എത്രയാണെന്ന്. അസിസിക പ്ലീസ് റിവീൽ. ഓക്കെ, പുതിയ കോംബോ സിൽവർ അടിച്ചു. ശ്യാമ് ഏത് കോമ്പേരെ കൂടെ അസീസേ, കഴിഞ്ഞൊരു കളി വന്നപ്പോൾ ശ്യാമിന്റെ ഞങ്ങൾ സ്പീഡ് കൂടിനെ കുറിച്ച് പറഞ്ഞു. അന്ന് ശ്യാം ഒരു കൗണ്ടർ അടിച്ചു. അടുത്ത ഞാൻ ഒരു അവാർഡ് സ്ലീവായിട്ട് വരാം. സത്യം, ഇന്ന് ശ്യാമിനെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നസീർക്ക് വെച്ചാൽ ഇവൻ അവാർഡ് സ്ലീവായിട്ടാണോ പഴയ മാഷുമാരില്ലേ, മാഷുമാരല്ലോ. അല്ല, കയറ് പിടിച്ചോണ്ട് വരുന്ന വരവ് കേട്ട എന്താന്ന് നമുക്ക് ഗസ് ചെയ്യാനേ പറ്റത്തില്ല. കയറ് കെട്ടിയിട്ട് കുട്ടീനെ കൊണ്ടുവരാണോ? 2 ട്വിസ്റ്റാണ്. ഇത് മകനാണെന്ന് നമ്മൾ അറിയിച്ചില്ല. 65 വയസ്സായ കൊള്ളാം. ശ്യാം ചേട്ടാ പറയൂ, സിൽവർ പഞ്ച് കിട്ടിയിരിക്കുകയാണ്, പുതിയൊരു ടീമിന്റെ ഒപ്പമാണ്. എങ്ങനെയുണ്ട്? സന്തോഷം. നമ്മൾ ഇത് നേരത്തെ ഈ പറഞ്ഞ പോലെ എനിക്കങ്ങനെ ഈ നമ്മളൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ നേരത്തെ കണ്ട ആൾക്കാർ നമ്മുടെ ഈ മാനസികമായ പൊരുത്തമാണല്ലോ ഈ കോമ്പിനേഷൻ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ വർഷങ്ങളായിട്ട് ഒരാളോട് കളിച്ച് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആരോടും. അപ്പോൾ നമ്മളിപ്പോൾ പ്രദീപിനാണേലും വർഷങ്ങളായിട്ട് നമുക്കറിയാം. ഇപ്പോൾ അമലിനെ ഇവിടെ വന്നിട്ടാണേലും നമ്മുടെ അനിയൻ ചെറുക്കാനെ പോലല്ലേ നമ്മുടെ കൂടെ എപ്പോഴും റൂമിൽ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കിവരെ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഏകദേശം ധാരണയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ടെൻഷൻ ഇല്ല. അതൊക്കെ ആയിരിക്കും ഇത്. പിന്നെ അമലിനെ നമുക്ക് എവിടെയും ടേസ്റ്റാവുന്ന ഒരു ആർട്ടിസ്റ്റായി ഇവിടെ വന്ന് മാറിയ ഒരു പയ്യനാണ് അവൻ. ഇത്ര കഴിവുള്ള ഒരു മിടുക്കനാണ്. അമലെ എഴുതി വെച്ചോ, അടിപൊളി ക്യാരക്ടറുകൾ സിനിമയിൽ വരാൻ സാധ്യതയുണ്ട്. കിടിലൻ ക്യാരക്ടർ വരാം. ശ്യാം ഒരു സമയത്ത് മാത്രമേ ശ്യാമിന്റെ പേടി മാറാതെ നിന്നുള്ളൂ. എപ്പോഴാണെന്നറിയോ? അല്ല സോറി, അമലിന്റെ ശ്യാം കറി ഒരു പിടുത്തം പിടിച്ചില്ലേ? പലഞ്ചുഴി പറഞ്ഞാൽ അറിയാം. അതെ, റിയൽ ആയിട്ടുള്ള ഉമ്മ, റിയൽ ആയിട്ടുള്ള ഇടി എല്ലാം റിയൽ. നിനക്ക് നൊന്നോടാ ഇപ്പൊ? ഇതാ സംഭവം അവൻ ഇച്ചിരി കയ്യിൽ നിർന്ന ഇവിടെ അമല് നൊന്തില്ലാന്ന് പറയണത് പുറത്തിടുമ്പോ അതിലും വലിയത് കിട്ടും എന്നുള്ള പേടി. അല്ല അമല സത്യം പറ, അടി കൊണ്ടായിരുന്നോ? ചെറുതായിട്ട് ഇങ്ങനെ അടിക്കുമ്പോ ഇങ്ങനെ വന്നാ കൊള്ളും. ഇല്ല ചുമ്മാ. അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും കൊച്ചു പ്രതിഭയോട് ചോദിക്കാം. സിൽവർ പഞ്ച് അടിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി ഒരു കൈയടി പ്രതിഭ പറയൂ. ഞാൻ ശ്യാമായിട്ട് മീഡിയയിൽ കളിക്കുന്ന ആദ്യമായിട്ടാണ്. സ്റ്റേജിൽ ഒരുപാട് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ശ്യാമിൻ്റെ ഒപ്പം മീഡിയയിൽ കളിക്കാൻ പറ്റി, അതിൽ സന്തോഷം. ഇറ്റ് വിജയിച്ചതിൽ അതിലും വലിയ സന്തോഷം. പിന്നെ അമല് നമ്മുടെ സിൽവർ ബോയ് പൊന്മാനാണ്. പൊന്മാൻ ഞങ്ങൾ ഒരുപാട് സ്കിറ്റുകൾ ഇവിടെ അച്ഛനും മോനൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പുറത്തിറങ്ങിയപ്പോൾ ഒരു ദിവസം ഞാൻ യൂബർ വിളിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചു, നിങ്ങൾ ശരിക്കും അച്ഛനും മോനാണോ എന്ന്.
ഒരുപാട് സന്തോഷം. അല്ല ആ പ്രായം പ്രദീപിനുണ്ട്, കുഴപ്പമില്ല. അത് കട്ട് ചെയ്തേക്കണേ. അമൽ രണ്ടു വാക്ക്. ഞാനും ഞാൻ ആദ്യമായിട്ട് ശ്യാമേട്ടൻ്റെ കൂടെ സ്കിറ്റ് കളി. അപ്പൊ ഇവര് വേറെ രീതി ഓരോരുത്തരൊക്കെ ചെല്ലുമ്പോഴേ ശ്യാമേട്ടൻ ഭയങ്കര കൂള്. ഇങ്ങനെ നമ്മൾ കയറുന്നതിന് മുമ്പ് അവര് പ്രാക്ടീസ് ഒന്നുമില്ല. അപ്പൊ അതല്ലേ അത് കഴിഞ്ഞതല്ലേ ഇങ്ങനെയൊക്കെ. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഡയലോഗ് പറഞ്ഞാൽ അത് പറയട്ടാ ഇത് ഇങ്ങനെ എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് വരുമ്പോഴേ അതല്ലേ അപ്പോൾ പോയിന്റ് പറഞ്ഞടാ പോയിന്റ്. ഞാൻ പേപ്പർ വെച്ച് ഇങ്ങനെയൊക്കെ ചേട്ടാ അത്. അപ്പൊ ഞാൻ അങ്ങനെ പേടിച്ചിട്ട് അപ്പൊ ഞാനോർത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന പറഞ്ഞു. പക്ഷേ കുഴപ്പമില്ല, ശ്യാമേട്ടൻ പറയും നീ പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കയറ്റി. സൂപ്പർ. ശ്യാമെന്നൊക്കെ പറഞ്ഞാൽ എക്സ്പീരിയൻസാ, അത് നമുക്കറിയാം. പിന്നെ ഒരുപാട് സ്കിറ്റ് ഒരുമിച്ച് കളിച്ചിട്ടുള്ളത്. അതിന്റെയാണ് ഇങ്ങനെ എണ്ണമറ്റ പഞ്ചുകൾ ഈ വേദിയിൽ നേടുന്നത്. എന്തായാലും ഒരിക്കൽ കൂടി ഒരു വലിയ കൈയടി. കൂടുതൽ പഞ്ചുകളായിട്ട് നമുക്ക് വീണ്ടും കാണാൻ ചേട്ടന്മാരെ. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി അടുത്തതായിട്ട് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്കിറ്റുമായിട്ട് എത്തുന്നു നമ്മുടെ സ്വന്തം സൂര്യശ്രീ ചേച്ചി, അനീഷ് പാപ്പാല ചേട്ടൻ ആൻഡ് ശ്രീജ ചേട്ടൻ. വേറെ മടുത്തു. അല്ല ഞാൻ ഒരു ഭാര്യയല്ലയോ, അറിയാത്തോണ്ട് ചോദിക്കുക. ഓരോരുത്തർ അവരവരുടെ ഭർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നേ. അന്നമ്മ ചേട്ടത്തി എന്നെ വീട്ടിൽ എന്തെല്ലാം സ്നേഹപ്രകടനം കാണിക്കുന്നല്ലയോ, അതുപോലെ ഓരോ സ്നേഹപ്രകടനം കാണിച്ചു കൊടുത്തിട്ടാണ് ഈ ഭർത്താവിനെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങാർക്ക് എന്തോ എല്ലാ കാര്യത്തിലും എൻ്റെ അടുത്ത് കുറ്റവാ. ഇപ്പൊ അങ്ങാർ എന്നോട് പറയുക നിനക്ക് സ്നേഹമില്ല, പ്രകടനം മാത്രമേ ഉള്ളെന്ന്. ഞാൻ എന്തോ ചെയ്യാനൊക്കും. എനിക്ക് എന്റെ ജീവിതം എനിക്ക് മടുത്തു. അതാ വരുന്നു. രജനി, എന്തുവാ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 6 വർഷമായി. 6 വർഷമായി. ഇതിനിടയ്ക്ക് നിന്റെ സ്വർണം കൊണ്ട് ഞാൻ പണയം വെക്കുകയോ വിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. നിന്റെ വീട്ടുകാർ എന്തെങ്കിലും ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിന്റെ ഏതെങ്കിലും ആഗ്രഹത്തിന് ഞാൻ എതിര് നിന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ ദ്രോഹി യൂട്യൂബ് നോക്കി ഓരോന്നും ഉണ്ടാക്കി തന്നിട്ട് എന്നെ കക്കൂത്തി തുറക്കാൻ പറ്റുന്ന അവസ്ഥയാക്കി? സ്നേഹം കൊണ്ടല്ലയോ? സ്നേഹം കൊണ്ട് വയറിളക്കാണ് ചെയ്യുന്ന നാട്ടുകാരിലെ കൂടെ. ചേട്ടാ എന്റെ കൂട്ടുകാരികൾ ഓരോരുത്തർ യൂട്യൂബ് നോക്കി എന്തെല്ലാം സാധനം ഉണ്ടാക്കി അവരുടെ ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്നു. അവർക്കാർക്കും ഒരു പ്രശ്നവും ഇല്ലല്ലോ. അവളുമാർക്ക് നമ്മളവരെ കെട്ടിയമാരെ വേണ്ടായിരിക്കും. പക്ഷെ നിനക്ക് അങ്ങനെയാണോ? എന്റെ വേണ്ടേ? അങ്ങനെയാണ് ഇനി ഞാൻ അടുക്കള കേറുന്നുമില്ല, ഒരു സാധനവും ഞാൻ ഉണ്ടാക്കുന്നുമില്ല. അല്ല ഇത് പറഞ്ഞിട്ട് എന്താ ഒരു സന്തോഷം ഇല്ലാത്ത? നീ സന്തോഷം മുഖത്ത് കാണിച്ചിട്ട് വേണം ലഡുവോ പായസം ഉണ്ടാക്കി ചോര ഛർദിപ്പിക്കാനായിട്ട്. ചേട്ടാ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒട്ടനെ അങ്ങ് സക്സസ് ആവത്തില്ല. പതുക്കെ പതുക്കെ ഓരോ പരീക്ഷണങ്ങൾ നടത്തിയാണ് നമ്മൾ സക്സസ് ആവുന്നത്. ശരി, പുള്ളി നൈറ്റിട്ട സയന്റിസ്റ്റ്. ഫോൺ അടിക്കുന്നു. നാളെ പ്രോഗ്രാമിന് കമ്മിറ്റി കയറി ഞാൻ എന്താ പറയും? ഹലോ ഹലോ, പറയട്ടാ. ക്ലാർനെറ്റ് വായിക്കുന്ന ശക്തനല്ലേ? ശക്തിയൊന്നും ഇപ്പൊ ഇല്ല, പറഞ്ഞോ. ശക്ത, ഞാൻ വിളിച്ചതേ ഇവിടെ പള്ളി കമ്മിറ്റിക്കാരും കരക്കാരും തമ്മിൽ ചെറിയൊരു തർക്കം. എന്തോ തർക്കം? ശക്തൻ വായിക്കുന്ന ക്ലാർനെറ്റിൽ ഇപ്പോഴും പഴയ പാട്ടാണ് വായിക്കുന്നതെന്ന് പള്ളിക്കാര്. അല്ലല്ല, പുതിയ പാട്ടാണെന്ന് കരക്കാര്. അപ്പൊ ലൗഡ് സ്പീക്കർ ഇട്ട് വെച്ചേക്കാം. ശക്തൻ ഒന്ന് പാടിത്തരുവോ? പാടിത്തരാം. അതിനു മുമ്പേ ഇന്ന് പരിപാടിക്ക് വരുമ്പോ അവിടെ സോഡ വേണ്ട, പിന്നെ 2 പെട്ടി ORS ലായനി മതി. അപ്പൊ ഇപ്പൊ എന്താ വേണമെന്ന് പറഞ്ഞത്? ഒന്ന് പാട്ടൊന്ന് പാടിത്തരുവോ ആ ക്ലാർനെറ്റ് വെച്ചിട്ട്? അയ്യോ, സാറേ 1 മിനിറ്റ് സാറേ, ഇപ്പൊ വരും. ഒരു 5 മിനിറ്റ് സാറേ, ഒരു അത്യാവശ്യ പ്രശ്നം. ഇപ്പൊ തിരിച്ചു വിളിക്കാം കേട്ടോ. ഇപ്പൊ തിരിച്ചു വിളിക്കാം, ഇപ്പൊ വരും. എന്റെ ദൈവമേ, ഓരോരോ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നു. ഇത്ര പെട്ടെന്ന് വന്നു. ലൂസ് മോഷനും സ്ലോ മോഷനും പോ അറിഞ്ഞൂടാ. അയ്യോ, എന്തെങ്കിലും ചെയ്തതാടി. അതെ, നമുക്ക് ആശുപത്രി പോയാലോ ചേട്ടാ? ഹോസ്പിറ്റലിൽ പോവാം. നിങ്ങളെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യ്. കിക്കറടിക്കാനുള്ള ആവുന്നിരിക്കില്ലടി തെണ്ടി. ഞാൻ പറഞ്ഞതാ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കാൻ. നിങ്ങൾ കേട്ടില്ലല്ലോ. ഇപ്പൊ അതാണ് കുറ്റമായി. ആംബുലൻസിനെ വിളിക്കട്ടെ. അയ്യോ, ഹലോ ഹലോ, ആംബുലൻസ് അല്ലേ? അതെ അതെ, നമ്മുടെ ഈ സുഭാഷ് ലൈനിന്റെ അടുത്തേ. സുഭാഷിന്റെ ലൈന്? സുഭാഷിന്റെ ലൈനല്ല, സുഭാഷ് ലൈനിന്റെ അടുത്തു നാം വളവ് തിരിയുമ്പോ 8ാമത് കാണുന്ന ഒരു വീടുണ്ട്. അവിടെ മുറ്റത്തിറങ്ങി ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി നിപ്പുണ്ട്. ആ വീടിന്റെ അടയാളം. അവിടെ ഒരു ചെറിയൊരു എമർജൻസി ഉണ്ടോന്ന് വരാമോ? ശരി ശരി. വിളിച്ചു ഇപ്പൊ വരും. പിന്നെ എന്തായാലും എന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും.
എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാനുള്ളൊരു കൊതി കൊണ്ട് ഞാൻ ചോദിക്കുക, നീ എനിക്ക് എന്താ ഉണ്ടാക്കി തന്നത്? ചിക്കൻ ചതച്ചത്. ഇത് ചിക്കൻ ചതച്ചതല്ല, ചിക്കൻ ചതിച്ചത്. ചേട്ടാ ഞാനേ അങ്ങനെയാണെങ്കിൽ പോയി ഇച്ചിരി കട്ടൻ ചായക്കകത്ത് നാരങ്ങ പിഴിഞ്ഞോണ്ട് തരട്ടെ. ഞാൻ ചോര ഛർദ്ദിച്ച് ചാവാനാ. പച്ച ഉലുവ ചതച്ച് പിഴിഞ്ഞുകൊണ്ട് തരട്ടെ. എന്നെ കൊണ്ട് പച്ച തെറി വിളിപ്പിക്കരുത്. അത്ര ഉറക്കെ പറയണ്ടായിരുന്നു. അല്ല ആംബുലൻസ് എവിടെ? ആംബുലൻസ് പുറത്തുണ്ട്. അല്ല ഇതെന്താ ഇത് വണ്ടി ഓടിച്ചതിന്റെ ഹാങ് ഓവർ. അത് നോക്കണ്ട, അത് വിട്ടേ. ആര് ആംബുലൻസിനെ വിളിച്ചാരാ? ഞാനാ വിളിച്ചേ. അടയാളം പറയുമ്പോ കൃത്യമായിട്ട് പറയണം. സുന്ദരിയായ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞ എവിടെ? അതവിടെ നിൽക്കട്ടെ. പിന്നെ എത്ര മിനിറ്റ് മുമ്പാ വിളിച്ചത്? 10 മിനിറ്റ്. ഇപ്പൊ എത്ര മിനിറ്റ് ആയി? 8 മിനിറ്റ്. അതാണ് ഞാൻ 10 മിനിറ്റ് വിളിച്ചു കഴിഞ്ഞാൽ 8 മിനിറ്റ് മുമ്പ് എത്തും. അതാണ് ഈ പറക്കും തേജസ്. അറിയാമോ? പറക്കും തേജസ് ഞാനാണ്. പിന്നെ എനിക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഞാൻ ഒരു ആംബുലൻസ് ഡ്രൈവർ മാത്രമല്ല, നേഴ്സ് കൂടിയാണ്. രണ്ടും ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കേസുകളാണ് ഞാൻ ഇവിടെ വെച്ച് തീർക്കും. വലുതാണെങ്കിൽ മാത്രമേ ആശുപത്രിയിലോട്ട് എടുക്കും. പിന്നെ എന്റെ വണ്ടി പുതിയ വണ്ടിയാണ്, കന്നി ഓട്ടോ ആണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ വണ്ടിക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്സിജൻ സിലിണ്ടർ, സ്ട്രെച്ചർ, പോരാത്തിന് നമ്മുടെ AC. ബാത്റൂം ഉണ്ടാവോ? കാരവാൻ അല്ല, അത് ആംബുലൻസ് ആണ്. അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് അതായിരുന്നു. ഓ അതാണ്. ഒരു മിനിറ്റ്. ഹലോ ഹലോ. ആ എത്തിക്കാം. 20 മിനിറ്റിന്റെ കേസല്ലേ ഉള്ളൂ. എത്തിക്കാം. ഓക്കെ. അതെന്നാ പരിപാടിയായി കാണിക്കുന്നേ? എന്താ? ആദ്യം ആംബുലൻസ് വിളിച്ചത് ഞങ്ങളാ. ഇപ്പൊ നിങ്ങൾ എത്തിക്കാന്ന് പറഞ്ഞ അങ്ങോട്ട് പോയാ? അയ്യോ, ഇത് ഓട്ടം വന്നല്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് സൊമാറ്റോ ഓടാൻ പോകും. അതുകൊണ്ട് അപ്പൊ ഈ പോകുന്ന വഴിക്ക് ഒരു പാഴ്സൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ അവിടെ കൊടുത്തിട്ട് അതിലങ്ങ് പോവാല്ലോ. വേറൊന്നും അല്ല, 3 പൊറോട്ട, ഒരു ചിക്കൻ ചതച്ചത്. ഒരു ചിക്കൻ ചതച്ച, അത്രേ ഉള്ളൂ. അത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. അയ്യോ, അത് ഇവിടെ കൊടുത്തതാ ഇപ്പൊ പ്രശ്നം. എന്റെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് കേൾക്കാമോ? ഞാൻ നിങ്ങളുടെ കൂടെ. ഞാൻ നിങ്ങളുടെ കൂടെ, അതെന്റെ ക്യാപ്ഷനാണ്. എന്റെ ജോലിയുള്ള സിൻസിയറിറ്റി ഉണ്ട്, ഞാൻ തന്നെ ഇട്ട ക്യാപ്ഷനാണ്. അതൊക്കെ പോയിട്ട് പേഷ്യന്റ് എവിടെ? ഇപ്പൊ വരും. അയ്യോ ഞാനേ ഇവളുണ്ടല്ലോ, ഇവള് എന്റെ ഭാര്യ. പുറത്തുനിന്ന് എന്തോ ആഹാരം കഴിച്ചതാ. അകത്തുനിന്നാ കഴിച്ചത്. പുറത്ത് പോയി കഴിക്കുന്നത് അകത്തേക്കാണല്ലോ പോകുന്നത്, അതാ പറഞ്ഞത്. അതല്ല, ഇവിടെ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ജംഗ്ഷനിലുള്ള കട എന്തോ വാങ്ങിച്ച് കഴിച്ചതാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കഴിച്ചതോ കഴിച്ചു നാട്ടുകാരെ അറിയിക്കുന്ന എന്തോത്തിനാ, അതങ്ങ് പൊതിഞ്ഞങ്ങ് പറഞ്ഞാ മതി. എന്റെ തലയിലോട്ട് വരാനോ? ഇപ്പൊ വരാവേ. അല്ല, നമ്മളെ ആ വണ്ടി കൊണ്ട് പോകുന്നതിന് മുമ്പേ ടെൻഷൻ ഉണ്ടോ? അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ടെൻഷൻ ഉണ്ടോ എന്നല്ല ചോദിച്ചത്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ അടിക്കണ്ട. ആംബുലൻസ് നമ്മൾ ഒരിക്കലും പേടിക്കരുത്. സാധാരണ വണ്ടിയാണ്. ശ്വാസം ഒന്ന് മേലോട്ട് എടുത്തേ. എടുക്ക. ഹോൾഡ്. പതുക്കെ വിട്. ഒന്നാലും വിടൂല. പതുക്കെ വിട്. ശരിയാവൂല. പതുക്കെ ശ്വാസം വിട്. ശരി. എന്താ സംഭവം? എന്താ സംഭവിച്ചെന്ന് പറ. സംഭവം എന്ന് വെച്ചാ, എന്റെ ഭാര്യ ഉണ്ടല്ലോ, അതായത് ഞാനും എന്റെ ഭാര്യയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം ഞങ്ങളുടേത്. അതിന്റെ ഇടയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. അതിഥിയുടെ പേര് ചിക്കൻ ചതച്ചത്. ജോർജ് കുട്ടി ഞാൻ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? ജോർജ് 3 പാർട്ടുണ്ട്. എന്നെ കൊണ്ട് ഒരു പാർട്ട് പോലും മുമ്പോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നില്ല. റിലാക്സ് ആവിയോട്ടെ, എല്ലാം ശരിയാവും. ആദ്യമായിട്ട് ആംബുലൻസ് ആയിട്ട് ഒരു വീട്ടിൽ പോകുമ്പോ വെള്ളം തരുന്നത്. സാധാരണ നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് ആളെ കയറ്റി തിരിച്ചൊക്കെ പോകും. ആരും തരൂല. മര്യാദ ഉള്ള കുടുംബം. ദൈവദോഷം പറയരുത്. ഉഗ്രം വെള്ളം. ഇതെന്തോ ഇത് പാഷൻ ഫ്രൂട്ട് തൊലി ചെത്തി ജ്യൂസ് ആക്കിയത്. വെറൈറ്റി സാധനം. ഭാഗ്യവാനെ. അതെ, റിലാക്സ് ചെയ്യ്. അത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മളിപ്പോ ഈ ആംബുലൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി പൈസ ആവോ? പിന്നെ ഒത്തിരി പൈസ ആവൂലേ. 1500 രൂപ ആംബുലൻസിന്റെ പൈസ കൊടുക്കണം. 1500 എന്റെ സർവീസ് ചാർജ്, മൊത്തം 3000 രൂപ. അപ്പൊ ഈ സാധാരണക്കാരത് എങ്ങനെ ഉപയോഗിക്കും? സാധാരണക്കാരോട് ഞാൻ ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം തന്നതിന്റെ പുറത്ത് പറയുന്നില്ല, ഉള്ള സ്നേഹം കൊണ്ട് പറയുന്ന. നമ്മളെ വീട്ടിൽ എപ്പോഴും ഒരു വണ്ടി ഉള്ളത് നല്ലതാ, ഒരു കാർ. കാര്യം ഇപ്പൊ നമുക്കിപ്പോ ഓടിക്കാൻ പറ്റില്ലെങ്കിലും അപ്പുറം ഓടിക്കുന്ന ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ടുപോകൂലേ. ഡ്രൈവിംഗ് ക്ലാസ് മതിയാക്കി ആശുപത്രി കൊണ്ടുപോകും. ആംബുലൻസ് വെയിറ്റ് ചെയ്യണം. ആംബുലൻസ് വാ. ആശുപത്രി പോ. ഒരു മിനിറ്റ്. നിങ്ങളുടെ ബാത്റൂം ക്ലീൻ ആണോ?
അബ്ബാസ്, അബ്ബാസ് നിങ്ങൾ ബാത്റൂം ക്ലീൻ ചെയ്യുമോ? ബാത്റൂം ക്ലീൻ ചെയ്യൂല. എനിക്ക് അത്യാവശ്യം. എവിടെ ബാത്റൂം? ബാത്റൂം അവിടെ. എന്തിനാണ് അവന് കലക്കി കൊടുത്തത്? കൊടുത്തില്ല. എന്തിനാ ഈ സാധനം? എടി, വീട്ടുകാരനെ കൊല്ലാൻ നോക്കി, അയാള്- നാട്ടുകാരെ കൊല്ലാൻ നോക്കാണോ? നീ സീരിയൽ കില്ലറാണോ? നിങ്ങൾ വല്ല കടലക്കറിയും കഴിച്ചിട്ടായിരിക്കും രാവിലെ വന്നത്. കടലക്കറിയാ? സോറി എനിക്ക് അങ്ങനെ സംഭവിക്കുന്നതല്ല. എന്നാലും പറ്റിപ്പോയി. കുഴപ്പമില്ല വാ. ജ്യൂസ് എങ്ങനെ ഉണ്ടായിരുന്നു? ജ്യൂസ് ഉഗ്രൻ. ജ്യൂസാണ് കിടക്കാൻ. വിട് വിട്, അല്ല, നടക്കൂല. ഇല്ല, പേഷ്യന്റില്ലെന്ന്. ഇവിടെ പോയി ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ പോയി. അപ്പൊ ഒന്ന് വരുമോ? ഒന്ന് പെട്ടെന്ന് ഇറങ്ങോ. ഇപ്പൊ ഇറങ്ങാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വാശി കാണിക്കേണ്ട സമയമല്ലേ ഇത്? എന്റെ സ്വന്തം ബാത്റൂമിൽ എനിക്ക് ഇഷ്ടമുള്ള കണക്കെടുത്ത് ചിണങ്ങാതെ ഒന്ന് ഇറങ്ങി വാ. ഒരു മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറ്. ഒന്ന് ഇറങ്ങണം. പത്രം വല്ലതും ഇരിപ്പുണ്ടോ? എന്തിനാ? എനിക്ക് എന്തെങ്കിലും ഇരിക്കുമ്പോ വായിക്കണം. എനിക്ക് തൃപ്തി ആയിട്ടില്ല. പിന്നെ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയുക, പക്ഷെ ഈ അവസ്ഥ എന്ന് പറഞ്ഞാണല്ലോ വല്ലാത്തൊരു അവസ്ഥ. നിറന്ന് കമല പ്രസംഗം നടത്താൻ മാറാ ഒരു അവസ്ഥ. അയ്യോ, ആശുപത്രി പോകാൻ ചേട്ടാ. ശരിയാവും. മിണ്ടലടി കൊലപാതകി. എടി, നീ യൂട്യൂബ് നോക്കി ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കുന്നുണ്ട്. അയ്യോ, പോയി ചെറുക്കനെ കാണുന്നില്ല. ഇതാ വരുന്നു. കരഞ്ഞാറായോ? കുഴപ്പമില്ല. പോയോ, ഒരു കുഴപ്പമില്ല. അതെ, നമുക്ക് ആശുപത്രിയിലോട്ട് അങ്ങ് പോയാലോ? ആശുപത്രിയിൽ പോയി എനിക്ക് വയ്യ. അല്ല, എന്നെ കൊണ്ട് പോണം. നിന്നെ കൊണ്ട് പോണമെന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ കൊണ്ട് പറ്റില്ല. കാല് പിടിക്കും. നീ കാല് പിടിച്ചിട്ട് കാര്യമില്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റണ്ട. അല്ല, നമുക്ക് ആശുപത്രി പോണ്ടേ? എനിക്കറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും വഴിയുണ്ട്. അയ്യോ, സന്തോഷേ എവിടാ? ലൊക്കേഷനിലോട്ട് വാ. ഞാനും ഒരു പാവപ്പെട്ടവനും ഒരു യൂട്യൂബ് അമ്മച്ചി ഇവിടെ ഉണ്ട്. ഒന്ന് ആശുപത്രി കൊണ്ടുപോകും. ശരി. ഞാനിപ്പോ വരാവേ. എവിടെ പോണേ? അല്ല, വരുന്ന ഒരു ഗ്ലാസ് ജ്യൂസ് എങ്കിലും കൊടുക്കണം. എല്ലാ ദൈവമേ, എന്റെ ദൈവമേ, ചിരിച്ച് ഞാനൊരു വഴിയായി. നമുക്ക് അതോടെ നേരെ കമന്റ്സിലേക്ക് പോവാം. നസീർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. നമുക്കും ആഞ്ഞ് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ട്. പറ്റത്തില്ലേ? അയ്യോ, കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു. ഒരു കുഞ്ഞ് ത്രെഡാണ്. യൂട്യൂബ് നോക്കിയൊരു ഭക്ഷണം പാചകം ചെയ്ത് ഭർത്താവിന് കൊടുത്തു. അതിനെ വിളിക്കാൻ പറ്റുന്ന കണക്ഷനുണ്ട്. സ്ക്രിപ്റ്റിനൊരു കണക്ഷനുണ്ട്. നല്ല രീതിയിൽ നിങ്ങളത് ആക്ട് ചെയ്ത് ഫലിപ്പിച്ചു എന്നുള്ളതാണ്. ചെറിയ സാധനം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അതിൻ്റെ അകത്ത് കണ്ടന്റ് എന്ന് പറയുന്നത് ചെറിയ പ്രത്യേകിച്ച് ടേണിംഗ് പോയിന്റുകളൊന്നുമില്ല. നല്ലൊരു സാധനം. അത് വൃത്തിയായിട്ട് നിങ്ങൾ 3 പേരും നല്ല രസമായിട്ട് ചെയ്തു. കണ്ടന്റിന് ഈ പറയുന്ന വലിയ പുതുമയുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പുതുമയില്ല. എന്തായാലും നമ്മൾ സ്ഥിരം കണ്ടുവരുന്നത് ഇന്നൊക്കെ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. 3 പേരും അസലായിട്ട് ചെയ്തു. നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഒരുപാട് സംസാരിക്കാത്ത ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. ബ്രേക്ക് വേണോ? വേണ്ട, ഇനി ബാക്കിയുണ്ടല്ലോ 2 പേരും കൂടെ. എനിക്ക് പ്രചോദട്ടാ. ശ്രീജു, അനീഷേ, സൂര്യശ്രീ, സത്യം പറഞ്ഞാലേ നമുക്ക് ഈ അവസ്ഥ ഫീൽ ചെയ്തു. അതായത് നിങ്ങളുടെ ഓട്ടം കണ്ടപ്പോൾ നമുക്ക് അവസ്ഥ ഫീൽ ചെയ്തു. നമ്മൾ ഒരാള് ഒന്ന് വായിക്കോട്ടെ വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വായിക്കോട്ടെ വിടാൻ തോന്നും. എന്ന് പറഞ്ഞ പോലെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യണം. നിങ്ങൾ 3 പേരും അസലായിട്ട് പെർഫോം ചെയ്തു. എന്താ അറിയോ, ഞാൻ ഈ അനീഷും സൂര്യശ്രീയും തമ്മിലുള്ള കോമ്പിനേഷൻ, അനീഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടെന്ന് പറഞ്ഞാൽ അനീഷ് വളരെ സൈലന്റ് ആയിട്ട് നിന്നാണ് കൗണ്ടർ അടിക്കുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരു വലിയ സൗണ്ടിലേക്ക് പോകാറില്ല. കാര്യം ആ ലൂസ് മോഷൻ സ്ലോ മോഷനിൽ വരാൻ അറിയത്തില്ലടി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ സൂര്യശ്രീയുടെ ഒരു വെപ്രാളുണ്ട്. കാര്യം യൂട്യൂബ് നോക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത ഒരാളുടെ അവസ്ഥയാണ്. ആംബുലൻസ് വിളിച്ച് ശ്രീജു വരുന്നു. ശ്രീജുവിന്റെ പെർഫോമൻസ് ഒന്നും അടിപൊളിയാണ്. പിന്നെ ഇടയ്ക്ക് സൊമാറ്റോ, ഈ ആംബുലൻസുകാരൻ എവിടെയാണ് സൊമാറ്റോ ഓടുന്നത്? സൊമാറ്റോ പോകുന്ന വഴിക്ക് അതുകൊണ്ട് പൊറോട്ടയും ചിക്കനുമാണ് കൊടുക്കാനുള്ളത്. വണ്ടിക്കകത്ത്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് പോകുന്നൊരു സാധനം. എന്നാൽ ഞാൻ പറയുന്നത് ഇതിനകത്തൊരു ചിരി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ തരാൻ പറ്റും. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നു. സൂര്യശ്രീ ജ്യൂസ് കൊടുത്തതിന് ശേഷം ആ ടോയ്ലറ്റിലേക്ക് ഒരു കയറ്റിയിറക്കമുണ്ട്. ആ പ്ലേ ഈ സ്കിറ്റിൻ്റെ ഏറ്റവും നല്ല അസറ്റായിരുന്നു. അടിപൊളിയായിരുന്നു. ഒരുപാട് ഡെപ്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. വേറൊരു സ്കിറ്റുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ചിരിപ്പിക്കുക എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങളത് വൃത്തിയായിട്ട് എൻ്റെ റിസൾട്ട് തന്നുള്ള അടിപൊളിയായിരുന്നു. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രചോദട്ടാ. അസീസിക്ക ചെങ്കള നന്നായിരുന്നു. ഈ സ്കിറ്റ് ഞാൻ മനസ്സിലാക്കിയത് പെർഫോമൻസിന്റെ വിജയമാണ് ഞാൻ മനസ്സിലാക്കിയത്. ശ്രീജു
നീ ഭയങ്കര ആക്ടറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. ഭയങ്കര രസമാണ്. പിന്നെ അനീഷിനെ അറിയില്ല. അനീഷിൻ്റെ പ്രജോതട്ടം പറഞ്ഞതുപോലെ അനീഷിൻ്റെ കളി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ലൈഫ് കളിയാണ്. ഒരു സിനിമാറ്റിക് മൂഡ് പോലെ ഉള്ളൊരു കളിയാണ് അനീഷിൻ്റെ. അത് പ്രത്യേക ഒരു ഭയങ്കര രസമായിട്ടുള്ള സൈലൻ്റ് ആയിട്ട് കൗണ്ടർ അടിക്കുന്ന. ഇപ്പം ഞാൻ എഴുതി വെച്ചത് അണ്ണൻ പറഞ്ഞു തൊട്ട് ഞാൻ പറയുന്നില്ല. ആ കൗണ്ടർ അതൊക്കെ അടിച്ചു പോകുന്ന രസം, ഭയങ്കര രസമുള്ള കൗണ്ടറായിരുന്നു. ഈ സ്കിറ്റിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആക്ടറിൻ്റെ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് ഈ ഒരു ചെറിയൊരു കുഞ്ഞു ത്രെഡിനെ നിങ്ങൾ ഒരു വലിപ്പമാക്കി എടുത്ത് മനോഹരമാക്കി. ഇവിടെ ആൾക്കാരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. സ്കിറ്റ് അടിപൊളി, ആക്ടിങ് അടിപൊളി. സ്ക്രിപ്റ്റ് ആരാണ് സ്ക്രിപ്റ്റ്? ഇത് ശ്രീജു ആണ് എൻ്റെ ഒരു കണ്ടന്റ്. അനുഭവം ഉണ്ടോ ചേട്ടാ? അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ പരിപാടി. ഞാൻ അനുഭവം കൊടുത്തിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളെ സ്റ്റേജ് ഷോയ്ക്ക് ഞങ്ങൾക്ക് കമ്മിറ്റിക്കാർ തന്നിട്ടുണ്ട്. ഒരുപാടുണ്ട് കഥകൾ, ഇഷ്ടംപോലെ ഇതിന്. ഈ കഥകൾ ഇഷ്ടം. അങ്ങനെ നിന്ന് സ്റ്റേജിൽ കയറുവോ? എങ്ങനെ കയറും? ഒരാള് പോകുമ്പോ അടുത്ത ആള് സ്റ്റേജിൽ കയറും. ചിലപ്പോ ഫുഡിൽ കിട്ടുന്ന പണിയായിരിക്കാം. പരിപാടി പൊളിയുമ്പോ നമ്മൾ നശിക്കും. അത് ടെൻഷൻ കണ്ടോ? ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മൾ തിരിച്ച് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ചിലപ്പോൾ ഈ മറ്റേ മ്യൂസിക് ഒക്കെ വായിച്ച് നിൽക്കുമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ സ്റ്റാർ പറയാൻ വേണ്ടി വരുമായിരിക്കും. അപ്പൊ ഈ കൊണ്ടുപോയി എടാ എൻ്റെ ഈ ചേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ കക്കൂസി വന്നതെന്ന് പറഞ്ഞു. അല്ല ഈ അനുഭവം പറഞ്ഞ ഇതൊരു മൈക്കിൽ അനൗൺസ് ചെയ്തിട്ടില്ല അങ്ങനെ സംഭവം. ഇഷ്ടംപോലെ അനുഭവം പോയിട്ടുണ്ട്. അവർ പോയി കഴിഞ്ഞ് വന്നാലും തന്നെ പരിപാടി നടന്ന സംഭവം. പിന്നെ മിമിക്രിക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അറിയോ, നമുക്ക് പറ്റുന്നതിനെ നമ്മൾ ട്രോൾ ചെയ്ത സ്കിറ്റാക്കും. എന്തായാലും ഈ സ്കിറ്റിന് പേരിടുന്നില്ല. പക്ഷേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഞങ്ങൾ. ഓക്കെ, അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനിയിപ്പോ കൂടുതൽ ഒച്ചയും ബഹളവും ഒന്നും വേണ്ട, പ്രഷറും എടുക്കണ്ട. നമുക്ക് മാർക്സ് എത്രയാണ് എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും അർജന്റ് ആയിട്ട് ഇരിക്കുന്നത് നസീർക്കാണ്. ഇക്കയോട് ആദ്യം ചോദിക്കാം. 16,000 രൂപ. 16,000 ആണ് ഇക്ക തന്നിരിക്കുന്നത്. ഇനി അസീസിക്ക് എത്രയായിക്ക? 18. 16ഉം 18ഉം 34,000 രൂപ. ഇനി ടോട്ടൽ പ്രചോദേട്ട സൂക്ഷിച്ച് പിടിച്ചോ. 68,000 രൂപയാണ് നേടിയിരിക്കുന്നത്. ഞാൻ ബലം പിടിച്ച് പറഞ്ഞു പടിപാളിന്നാ തോന്നുന്നത്. 8,000 ആംബുലൻസിനാണ്. 68,000 രൂപയാണ് നേടിയിരിക്കുന്നത് ഈ ഒരു പേരിടാത്ത സ്കിറ്റിന് വേണ്ടിയിട്ട്. എന്തായാലും കഷ്ടപ്പെട്ട് ഇത്ര നേരം നിങ്ങൾ പിടിച്ചു നിന്നല്ലോ. കൺഗ്രാജുലേഷൻ. അല്ല സൂര്യശ്രീ എന്തോന്നും മിണ്ടാത്ത വളരെ അല്ല, ഞാൻ പ്രശ്നമുണ്ടോ? ഇല്ലില്ല. എന്താ ജാട കയറിയോ? ഭയങ്കര റോൾസ് അല്ലേ സൂര്യശ്രീ ചേച്ചി ചെയ്യുന്നത്? എന്തായാലും ഓക്കെ, അടിപൊളി. ഉണ്ടാതെ വലിയ ശബ്ദം ഉണ്ടാക്കാതെ ആ സൈഡിൽ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഗംഭീര എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്താ പറയാ, പഞ്ച് മഴ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ് അല്ലേ? അപ്പൊ കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? എന്റെ പ്രേക്ഷകർ എൻജോയ് ചെയ്തില്ലേ? എന്റെ ഓഡിയൻസ് എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? കൊല്ലം പുനലൂരിൽ നിന്ന് വന്ന എല്ലാ അംഗനവാടി മെമ്പേഴ്സ് എൻജോയ് ചെയ്തില്ലേ? അപ്പൊ എന്റെ ടീച്ചർമാർക്ക് ഒരു ചക്കര ഉമ്മതാ പിടിച്ചോ. തിരിച്ചും താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളും ചിരിയും കൗണ്ടേഴ്സും ഒക്കെ ആയിട്ട് പഞ്ചുകളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും. ദിസ് ഇസ് മീ മീനാക്ഷി സുധി സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.